അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാവരെയും അഭിഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ പിഴവുകൾ അല്ലാഹു വിട്ടുപുറത്ത് മാഫാക്കി തരുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തഴവ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ ജലിയയിൽ നിന്നുള്ള പ്രാർത്ഥന എന്നതിൻ്റെ 4-ാമത്തെ ഭാഗമാണ് ഇന്ന് പാരായണം ചെയ്യുന്നത്. അള്ളാഹു മഹാനവറുകൾക്ക് സ്വർഗത്തിൽ ഉന്നതമായ ദറജ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ദാഹിച്ചു കുഴയുന്നൊട്ടകം നടക്കുന്നു, മുതുകിൻ്റെ മുകളിൽ വെള്ളവും കിടക്കുന്നു. ഒട്ടകം ദാഹിച്ച് വലഞ്ഞ് നടക്കും, പക്ഷേ അതിൻ്റെ മുതുകിൽ വെള്ളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ പ്രകാരമാണ് നമ്മുടെയൊക്കെ സ്ഥിതി. അനുവദനീയമല്ലാത്ത ഭക്ഷണം കഴിച്ച് വയറിലുണ്ടാവും, എന്നിട്ട് നമ്മൾ ദുആ ചെയ്യും. എത്ര നാൾ ദുആ ചെയ്താലും നമുക്കതിന് ഉത്തരം ലഭിക്കുന്നതല്ല. ഹലാലായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ട് തന്നെ ദുആ ചെയ്യേണ്ടതാണ്, ഇല്ലെങ്കിൽ ഉത്തരം കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും എന്നത് മനസ്സിലാക്കുക. ഹംദും സ്വലാത്തും കൊണ്ടു നീ തുടങ്ങേണ്ടത, ആദാബതിൽ ഇത് 9 എണ്ണേണ്ടത. അതുപോലെ തന്നെ സ്വലാത്തിനാൽ തീർക്കേണ്ടതാ, അതിനാലതിൻ്റെ ഇടയ്ക്കുള്ളതും തട്ടാത്തതാ. നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഹംദ്, സ്വലാത്ത് എന്നിവ കൊണ്ട് ആരംഭിക്കണം. അതായത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മൾ ദുആകൾ ആരംഭിക്കാൻ. ഹംദും സ്വലാത്തും കൊണ്ട് തുടങ്ങാത്ത ദുആയ്ക്ക് ഉത്തരം ലഭിക്കുന്നതല്ല. അതുപോലെ തന്നെ സ്വലാത്ത് കൊണ്ട് അവസാനിപ്പിക്കുകയും വേണം. ഏതൊരു കാര്യവും ദുആ ചെയ്യുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലണം. തുടക്കത്തിലും വേണം, അത് ഒടുക്കത്തിലും വേണം. അത് ദുആയുടെ മര്യാദകളിൽപ്പെട്ടതാണ്. അത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതാണെന്ന് അർത്ഥം. സുന്നത്തു തന്നാ റബ്ബനാ തഖബ്ബൽ മിനാ മുതൽ അവസാനമിൽ നീ ചൊല്ല്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. അതുപോലെ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന, ഇതുപോലുള്ള ആയത്തുകളും ദുആകളിൽ ഉൾപ്പെടുത്തേണ്ടതാണ്. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ചൊല്ലൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ദുനിയാവിലും ആഖിറത്തിലും ഗുണം ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ ദുആകളിൽ ആ ഒരു ആയത്ത് ദുആയുടെ കർമ്മങ്ങളിൽ അത് ഒഴിവാകാൻ പാടില്ലാത്തതാകുന്നു. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. സുബ്ഹാന റബ്ബിക എന്നതും ഖദ് സുന്ന, അത് മുഴുവനും വേണ്ടുന്നതും ശരി തന്നെ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ. നമ്മൾ ഉസ്താദുമാരൊക്കെ നാട്ടിൽ ദുആ ചെയ്യുമ്പോൾ, നിസ്കാരം ശേഷമൊക്കെ ദുആ ചെയ്യുമ്പോൾ, മറ്റെന്തെങ്കിലും പരിപാടികൾക്കൊക്കെ ദുആ ചെയ്യുമ്പോൾ ഈ വക വചനങ്ങൾ, ഈ വക ഖുർആനിക സൂക്തങ്ങൾ ദുആയിൽ കൂടി ഉസ്താദുമാർ ഉൾക്കൊള്ളിക്കുന്നത് നമ്മൾക്ക് ശ്രദ്ധിച്ചാൽ കേൾക്കാൻ കഴിയും. ഇന്നതൊന്നുമില്ലല്ലോ. ഇന്ന് ദുആയില്ല, പ്രാർത്ഥനയിലോ ഒന്നുമില്ല. എല്ലാവരും തികഞ്ഞു പോയവരാണ്. റബ്ബിനോടൊന്നും ചോദിക്കേണ്ടതില്ല. എല്ലാം തികഞ്ഞവരാണ്. ഞങ്ങൾക്കൊന്നും ചോദിക്കാനില്ല. നിസ്കാരശേഷവും ദുആയില്ല. അതുപോലെ ഏതെങ്കിലും നന്മയായ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ, മുമ്പൊക്കെ നമ്മുടെ നാടുകളിൽ നല്ലതായ ഏതെങ്കിലും ഒരു കാര്യം തുടങ്ങുമ്പോൾ, ഒരു വീടിന് കുറ്റിയടിക്കൽ, അല്ലെങ്കിൽ വീടിന് താമസമാകൽ, ഒരു കടയോ ഷോപ്പോ അതുപോലെ ഉദ്ഘാടനം ചെയ്യൽ, അതുപോലെ ഏത് കാര്യങ്ങൾ തുടങ്ങുമ്പോഴും ഒരു ദുആയും അതുപോലുള്ള കാര്യങ്ങളും ചെയ്തിട്ടായിരുന്നു അതൊക്കെ തുടങ്ങുന്നത്. അതൊക്കെ ആധുനിക കാലഘട്ടങ്ങളിൽ അതൊന്നുമില്ല. ആധുനിക കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എല്ലാം തികഞ്ഞവരാണ് നമ്മളെല്ലാവരും, അല്ലേ? എല്ലാം തികഞ്ഞവരാണ്, സ്വന്തമായി എല്ലാം തികഞ്ഞവരാണ്. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ മോശപ്പെട്ട പരിപാടിയാണ്. ഈ പ്രാർത്ഥനയും ദുആയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശമായതാണ്. അതൊക്കെ പഴയ കാലത്ത് ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്നതാണ് എന്നാണ് ചിലരൊക്കെയും പറയുന്നത്. അതല്ല, നന്മയുടെ വാതിലുകൾ, നന്മയുടെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴെല്ലാം പ്രാർത്ഥനകൾ വേണം.
ഒരു കുഞ്ഞിന് കൈയക്ഷരം തുടങ്ങുന്ന സമയത്ത്, കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് ആരംഭിക്കുന്ന ദിവസങ്ങളിൽ, വീടിൻ്റെ താമസമാകുന്ന സമയം, വീടിന് കുറ്റിയടിക്കുന്ന സമയം, ഒരു കിണർ കുത്തുന്ന സമയം, കുഞ്ഞിനെ പഠിത്തത്തിലിരുത്തുന്ന സമയം, ഒരു യാത്ര പോകുന്ന സമയം എന്ന് വേണ്ട, നമ്മൾക്ക് അനുഗ്രഹീതമാകാൻ ഉതകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്തു വേണം? ദുആകൾ ആരംഭിക്കണം, ദുആ കൊണ്ട് തുടങ്ങണം. അതിനൊക്കെയും ദുആ നല്ലതാണ് എന്ന് മനസ്സിലാക്കുക. അതൊക്കെ പഴഞ്ചൻ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് കളയാതെ, അതൊക്കെ ഒഴിവാക്കാതെ അതൊക്കെ കൊണ്ട് തുടങ്ങുക. കണക്കറ്റ ഫലവും ബോധിയാലതിനുണ്ട്, എന്നും അലിയെ തൊട്ടു സ്വാവിയിലുണ്ട്. നിസ്കാരശേഷമോതുമേ നബിയെന്ന് അബൂ സഈദിൽ ഖുദരിയും പറയുന്നു. സിറാജുൽ മുനീർ നീ നോക്ക് 2 വന്നതാ, 25 പേജതിൽ കാണുന്നതാ. 9ാമത്തെ കാര്യമാണ് നബിയുടെ മേൽ നബിയുടെ മേൽ സ്വലാത്ത്, അതുപോലെ അള്ളാഹുവിൻ്റെ മേൽ ഹംദ് ചെയ്യണം. ദുആയ്ക്ക് ഉത്തരം കിട്ടുന്ന കാര്യങ്ങളിൽ 9ാമത്തെ മര്യാദയിൽപ്പെട്ടതായിട്ടാണ് ഇതിനെ എണ്ണിയിരിക്കുന്നത്. ഇനി 10ാമത് അതെന്താ? 10ാമതായി വേണ്ടുന്ന ഒന്നാ തൗബ, ഇവ 10 ഉത്തരം ലാ റൈബ. 10ാമതായിട്ട് ദുആ ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തേണ്ടതാണ് തൗബ, പശ്ചാത്താപം. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാകപ്പിഴവുകളെക്കുറിച്ച് റബ്ബിനോട് പശ്ചാത്താപിക്കുകയും തുടർന്നുള്ള ജീവിതം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പരിപൂർണമായും ഒഴിഞ്ഞുകൊണ്ടുള്ളതായിരിക്കുകയും ചെയ്യുക. അതാണ് തൗബ കൊണ്ടുള്ള ഉദ്ദേശം. അത് 10ാമത്തതാണ്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഇവ 10 ഉത്തരം ലാ റൈബ, യാതൊരു സംശയത്തിനും ഇടവില്ല, ഉത്തരം കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഉത്തരം കിട്ടണം എന്ന മനസ്സ് വെച്ച്, എന്ന ആഗ്രഹത്തോടുകൂടി, അള്ളാഹുവിൽ നിന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ നമ്മൾ എന്തു വേണം? ദുആ ചെയ്യേണ്ടതാണ്. നീ ചന്ദനപ്പൂട്ടിട്ടിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദരാ, വെറുപ്പുണ്ട്. ചന്ദനപ്പൂട്ടെന്ന് തെക്കൻ ഭാഗം, ചന്ദനപ്പടി, മലബാർ ഭാഷയിൽ അങ്ങനെ പറയും, ചന്ദനപ്പടിയെന്ന്. ആ ഇരുത്തം ഇരുന്നു കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. അത് വെറുപ്പുളവാക്കുന്ന ഇരുത്തമാണ്. ദുആ ചെയ്യുന്ന സമയത്ത് ചിലർക്കുള്ള പ്രാർത്ഥന രീതി നല്ല വിചിത്രമാ, മാന്തിച്ചൊറിഞ്ഞും കൊണ്ട് ആമീൻ മാത്രമാ. അവിടെ ഇമാമ് ദുആ ചെയ്യുന്നുണ്ടാവും, കുറേ ആൾക്കാർ സംസാരത്തിലായിരിക്കും, ചൊറിയുന്ന രംഗങ്ങളിലായിരിക്കും, യാതൊരുമായ ശ്രദ്ധയുമില്ല, പ്രാർത്ഥനയിൽ ഏകാഗ്രതയില്ല. അങ്ങനെയാണ് ആമീൻ പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ, അവർ വേറെ തൊഴിലിലുമായിരിക്കും, വേറെ ജോലിയിലുമായിരിക്കും. അത് പാടില്ല. ചിലർക്കുള്ള കൈ ഒന്നെപ്പോഴും മീശയ്ക്ക, ചിലരോ ദുആ ചെയ്യും കരം താടിക്ക. ചിലർ മീശ പിരിച്ചുകൊണ്ടിരിക്കും, ചിലർ താടി കൈ കൊടുത്തുകൊണ്ടിരിക്കും. മഹാനായ തഴവാവസ്ഥ അത് പറയുകയാണ്. ദുആ ചെയ്യുന്ന സമയത്ത് ആമീൻ പറയുന്ന ആൾക്കാരുടെ കോലങ്ങളെ സംബന്ധിച്ച് പറയുകയാണ്. ചിലർക്കുള്ള കൈ ഒന്നെപ്പോഴും മീശയ്ക്ക, ചിലരോ ദുആ ചെയ്യും കരം താടിക്ക. അതുപോലെ അതബില്ലായ്മ ഇനിയും ഉണ്ട്, ക്ഷമിക്കുന്നു റബ്ബിതുപോലെ പലതും കണ്ട്. മര്യാദ ഇല്ലാതെ ഇരുന്നുള്ള പ്രവർത്തനങ്ങൾ ഒരുപാടുണ്ട്. പക്ഷേ റബ്ബ് അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് അവൻ്റെ അടിമകളായ നമ്മൾക്ക്, നമ്മുടെ ചോദ്യങ്ങൾക്കൊക്കെ അവൻ ഉത്തരം നൽകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയം തുമ്മിയാൽ അതിനുത്തരം ചെയ്തെന്ന് തെളിവാ റബ്ബിനാൽ. നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തുമ്മി, നമ്മൾ തുമ്മൽ ഉണ്ടാക്കി തുമ്മിയതല്ല, അല്ലാതെ തന്നെ നമ്മൾ തുമ്മിയാൽ അതിന് നമ്മൾ മനസ്സിലാക്കണം, ചോദിക്കുന്ന ചോദ്യത്തിന് ഇജാബത്ത് കിട്ടുന്നതോ ഉത്തരം കിട്ടുന്നുണ്ട് എന്ന്, ഉത്തരം കിട്ടിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടതാണ്.
ശ്രദ്ധിക്കേണേ ഇത് സ്വഹീഹുൽ ബുർഹാനി നബി മുസ്തഫ മഴിയാറവത്തൊബ്റാനി. ഇനി ബിഗിയയിൽ പറയുന്ന മറ്റൊരു തെളിവിതാ 46-ാം പേജതിൽ വിവരിച്ചത. രോമാഞ്ചവും ഭയവും ഞടുക്കം വന്നാൽ ഉടനുത്തരം ചെയ്തെന്ന് തെളിവാണെന്നാൽ. നമ്മൾ ദുആ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് രോമാഞ്ചമുണ്ടായി, ഭയവും ഞെടുക്കവും വന്നു, എന്നാൽ ഇതിനൊക്കെ തെളിവ് നമ്മുടെ ദുആ അല്ലാഹ് സ്വീകരിച്ചിരിക്കുന്നു എന്നാണെന്ന് മുത്തുനബി പറഞ്ഞതായിട്ട് ഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്നു. ചൂടൊന്നിറക്കിയ പോലെയും തോന്നുന്നതാ കണ്ണെന്ന മേഘം തൽക്ഷണം പെയ്യുന്നതാ. ചുമടൊന്നിറക്കിയ പോലെയും തോന്നുന്നതാ കണ്ണെന്ന മേഘം തൽക്ഷണം പെയ്യുന്നതാ. എന്തോ ഒരു വലിയൊരു ഭാരം നമ്മുടെ തലയിൽ നിന്ന് നമ്മൾ ഇറക്കി വെച്ചതുപോലെ നമ്മൾക്ക് തോന്നും. അതോടൊപ്പം നമ്മുടെ കണ്ണുനീരുകൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങുകയും ചെയ്യും. ഇതൊക്കെ ദുആയ്ക്ക് ഉത്തരം കിട്ടി എന്നതിൻ്റെ ലക്ഷണങ്ങളാണെന്ന് മനസ്സിലാക്കുക. ഖൽബിന് ബദറും കൊണ്ടതും തിങ്ങുന്നതാ കണ്ണെന്ന മേഘം തൽക്ഷണം പെയ്യുന്നതാ. നീ ഞങ്ങളിൽ കൃപ ചെയ്യണേ യാ റബ്ബനാ, ഉറപ്പിക്കണേ ഇളകാതെയും ഈമാനന. പ്രാർത്ഥിക്കുവാൻ തൗഫീഖ് താ റഹന്നാനേ, നീ ഏറ്റവും കാരുണ്യവാനാകോനേ. ഗുണം ചെയ്യണേ റബ്ബി നബിക്കും ആലിനും അസ്ഹാബിനും ദുആയുള്ള കാലം മുഴുവനും. അല്ലാഹു തആല നമ്മെല്ലാവരെയും സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ട നമ്മുടെ മാതാപിതാക്കൾ, ഗുരുവര്യന്മാർ, സഹോദരീസഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഇഷ്ടജനങ്ങൾ, സംഘടനാ നേതാക്കൾ എല്ലാവർക്കും അല്ലാഹു ഖബർ ജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. അവരുടെ ഖബറുകളിൽ സ്വർഗ്ഗത്തിലൊരു വാതിൽ അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എൻ്റെ സജ്ജനങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ നിർവഹിച്ച് കലിമ ചൊല്ലി വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലോ സ്വർഗം കണ്ടുകൊണ്ട് മുത്തുനബിയെ കണ്ട് ഈമാനോടുകൂടി മരണപ്പെടാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.